ഇനി ഒരു ദിവസം പോലും താമസിക്കാൻ പാടില്ല. ഏട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഞാൻ പോയിക്കോളാം. വേണ്ട ഏട്ടാ പ്ലീസ് ഏട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്കേട്ടാ. പോലെ പ്ലീസ്, ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കേട്ടാ പ്ലീസ്. ഏട്ടാ ഞാൻ വേണമെങ്കിൽ ഏട്ടന്റെ കാല് പിടിക്കേട്ടാ പ്ലീസ്. ഏട്ടാ പ്ലീസ് ഏട്ടാ, ഏട്ടാ ഏട്ടാ ഞാൻ പറയുന്നേ കേട്ടാ. ഏട്ടാ പ്ലീസ് ഏട്ടാ. നീ തനിയായിരുന്നു ഇവിടുന്ന് എന്താന്ന് വെച്ചാ പറഞ്ഞു. ഗുഡ് ബൈ. ഏട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്കേട്ടാ. എനിക്കൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ വന്നുവല്ലേ ശല്യം. ഇറങ്ങിപ്പോ പ്ലീസ് ഏട്ടാ, ഞാൻ പറഞ്ഞോട്ടെ. എന്തു പറ്റി? നിന്റെ റൂമിൽ നിന്ന് നീല രക്ഷപ്പെട്ട് ഓടിപ്പോയി അല്ലേ? കൊള്ളാം. ഇനി സ്വാതിയുടെ ശല്യമില്ലാതെ നീലിന് സുഖമായിട്ട് ഉറങ്ങാം. നീയും നീലും 2 മുറികളിലേക്ക്. ഓ ഭഗവാനെ, ഇതിനേക്കാളും സന്തോഷകരമായ മറ്റൊരു വാർത്തയും നീ എനിക്ക് തരാനില്ല. എടീ, നീലിപ്പ രക്ഷപ്പെട്ടു പോയതേ നിന്റെ ആ പഴയ മുറിയെന്ന് മാത്രമല്ല, നിന്റെ ജീവിതത്തിന്ന് കൂടിയാ. ഹാ, ഇനി നീല് ഞാൻ പറയുന്ന വഴിയേ വരൂ. നീ നോക്കിക്കോ. ഇല്ലടി, നീ ഇപ്പൊ പറഞ്ഞത് നിന്റെ മനസ്സിലെ മോഹം മാത്രോ? അപ്പുറത്തെ മുറിയിൽ നിന്ന് ഏട്ടൻ ഈ മുറിയിലേക്ക് മാറിയത് എന്നോട് പിണങ്ങി തന്നെയാ. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ അർത്ഥം എന്റെ ഏട്ടന്റെ ജീവിതത്തിലേക്ക് നിനക്ക് മടങ്ങി ചെല്ലാം എന്നല്ല. സ്വന്തം അമ്മയുടെ കൊലപാതകയായ നിന്നോട് ഏട്ടൻ ഇപ്പോഴും അതേ വെറുപ്പ് തന്നെയടി. നിന്റെ ആത്മധൈര്യം കൊള്ളാൻ സ്വാതി. അതിന് നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. നെഞ്ചിൽ കഠാരമുന കുത്തിക്കയറി ചോര ചാലുകേറി ഒഴുകുമ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന നിന്റെ ഈ നെഞ്ചുറപ്പ്, അത് ഈ ലോകത്ത് നിനക്ക് മാത്രമേ കിട്ടൂ. പക്ഷേ ഇപ്പൊ നിന്റെ ജാതകത്തിലെ സമയദോഷമാ സ്വാതി. ദേ, എന്റെ ജാതകത്തിൽ എന്താണെന്നറിയോ ഈ സമയത്ത്? ഒരു വിവാഹത്തിനുള്ള യോഗം. വേണമെങ്കിൽ എന്റെ ജാതകം ഞാൻ നിനക്ക് തരാം. നീ ആരെ കൊണ്ട് വേണേലും പരിശോധിപ്പിച്ച് നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് സത്യമാണെന്ന്. സത്യസന്ധമായിട്ട് പറഞ്ഞ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്റെ പുരുഷനെ കാലം തിരിച്ചു കൊണ്ടുവന്ന് തരുന്ന ജാതക ഫലമാ ഈ കൊല്ലം എനിക്ക്. നീലിന്റെ ജീവിതത്തിൽ നിന്ന് സ്വാതി പടിയിറങ്ങുന്നു. പകരം നീലിന്റെ ജീവിതത്തിലേക്ക് ഈ വേദ പടി കയറുന്നു. നീൽ എന്റെ കഴുത്തിൽ കെട്ടിയ ആ പഴയ താലിയുമായിട്ട്. അത് തടയാൻ നിനക്കാവില്ല സ്വാതി. ഇല്ല, ഈ സ്വാതിക്ക് ജീവനുണ്ടെങ്കിൽ നിന്റെ ആഗ്രഹം നടക്കില്ല. നടത്തില്ലടി ഞാൻ. എന്റെ ഏട്ടനെ എന്റേത് മാത്രമാ. ഈ പിണക്കവും വഴക്കും
അധികം താമസിയാതെ ഞാൻ മാറ്റിയെടുക്കും. പിന്നെ നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കും. അങ്ങനെ സംഭവിക്കില്ല സ്വാതി. നീൽ ഇനി ഒരിക്കലും നിന്നിലേക്ക് വരില്ല. കാരണം അയാൾക്കൊരു കുഞ്ഞിനെ പ്രസവിച്ച് നൽകാൻ നിനക്ക് കഴിയില്ല. പിന്നെന്തിനു നീൽ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം? നോ ചാൻസ്. പക്ഷേ എനിക്ക് കഴിയും. നിന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നീൽ എന്നെ വിവാഹം കഴിക്കും. ഞങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ദേ ഈ മുറ്റത്ത് ഓടിക്കളിക്കും. എടേ, നിന്നെ ഞാൻ ഏയ് ഇല്ല സ്വാതി, നമ്മൾ തമ്മിലുള്ള കയ്യാങ്കളി തുടങ്ങാൻ സമയമായിട്ടില്ല. ദേ തൽക്കാലം നീ നിന്റെ മുറിയിൽ പോയി കിടന്ന് ഉറങ്ങും. നീലില്ലാത്ത നിന്റെ ജീവിതത്തിലെ രാത്രികൾ ദേ ഇവിടെ തുടങ്ങുക. മൈൻഡ് ഇറ്റ്. കൊള്ളാം. ഒരു പഴയ ചൊല്ലുണ്ട്, കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചാപ്പ. അതിപ്പോ നിനക്ക് ചേരും. ഒടുവിൽ പായും തലയണയുമായിട്ട് നീയും പുറത്തായി. ഇതിനെയാ അവനവൻ പാരാന്ന് പറയുന്നത്. നിനക്കിപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ആ, വല്യച്ഛനും കൂടി കൂട്ടി നിന്നിട്ടാ ഏട്ടൻ എന്നെ പുറത്താക്കിയത്. എനിക്കറിയാം. നീ കണ്ടില്ലേ, എന്റെ ഷീറ്റും തലയണ എല്ലായിടത്തും പുറത്തെറിഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി. ഇങ്ങനെയാണോ ഒരു ഭർത്താവ്? ഇപ്പോഴാ അവൻ ശരിക്കും ഒരു ഭർത്താവായത്. നിന്നെ മുറിക്ക് പുറത്തല്ല, ഈ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെക്കണമായിരുന്നു. ഓഹോ, അപ്പൊ വല്യച്ഛന്റെ മനസ്സിലിരിപ്പ് ഇത് തന്നെയാണല്ലേ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയണം? നീ ഒറ്റൊരുത്തിയാ സ്വാതിക്ക് ഗതി വരാൻ കാരണം. കള്ളം പറയാൻ സ്വാതിയെ പറഞ്ഞ് പ്രേരിപ്പിച്ചത് നീയല്ലേ? അപ്പോ നിനക്ക് ഇത് തന്നെ കിട്ടണം. വല്യച്ഛ, അതിന്റെ കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞതാ. എന്നിട്ടും ഇങ്ങനെ ഞങ്ങൾ അവിശ്വസിക്കുന്നത് ശരിയല്ല വല്യച്ഛ. വിശ്വാസവും അവിശ്വാസവും ഒക്കെ വേറെ കാര്യം. ഇതൊക്കെ ഒരു ഭർത്താവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, ആണോ? സ്വന്തം ഭാര്യ ഗർഭിണിയാണെന്ന് വിശ്വസിച്ച് സന്തോഷിച്ചും സ്വപ്നം കണ്ടും നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവൾക്ക് ഗർഭമില്ല എന്ന് പറഞ്ഞാ ഏത് ഭർത്താവിന് സഹിക്കാൻ പറ്റും? സത്യത്തിൽ സ്വാതി അവനെ ചതിക്കല്ലേ ചെയ്തത്? വല്യച്ഛ, ആ സമയത്ത് സ്വാതി എടുത്ത് ഗർഭിണിയല്ലെന്ന് പറഞ്ഞ വേദയും ഗൗരിയച്ചയും കൂടെ സ്വാതി എടുത്തിയെ അപമാനിച്ച് തകർക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. തൽക്കാലം അവരെ ഒന്ന് കബളിപ്പിക്കാന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. അതിന്റെ ഫലം ഇപ്പൊ കിട്ടിയില്ലേ? അവക്ക് മാത്രമല്ല, നിനക്കും ഇപ്പൊ കിടക്കാൻ ഇടവില്ലാണ്ടായില്ലേ? നന്ദിനി, ഒരു കള്ളം മറയ്ക്കാൻ 1000 കള്ളം കൊണ്ടും പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എനിക്കെല്ലാം മനസ്സിലായി. ഇരിയട്ടും പോലെ എന്നെ വിശ്വസിക്കുന്നില്ല. എങ്ങനെ വിശ്വസിക്കും? കൂടെ കിടന്നുറങ്ങുന്ന സ്വന്തം ഭാര്യ ഉറക്കത്തിൽ ഭർത്താവിനെ കുത്തിക്കൊല്ലുന്ന പോലുള്ള ചതിയല്ലേ നീയും സ്വാധീനം കൂടെ ചെയ്തത്? അനുഭവിക്കേ. ഇവിടെ ഏതെങ്കിലും മൂലയില് ഷീറ്റും തലയണയും വിരിച്ച് കിടന്നോ? അതാ നിനക്ക് നല്ലത്. ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം, എനിക്കതിൽ ഒരു വിഷമവും ഇല്ല. പക്ഷെ വല്യച്ഛ, സ്വാതിയായിട്ട് ഏട്ടനും തമ്മിലുള്ള പിണക്കം വല്യച്ഛൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കണം. വല്യച്ഛനേട്ടനോട് സംസാരിക്കണം. സംസാരിച്ചേ പറ്റൂ. ഞാൻ അവനോട് എന്ത് സംസാരിക്കാൻ? ഞാൻ പറഞ്ഞ അവന് സ്വാതിയോടുള്ള വിരോധം മാറും. അവള് ചെയ്ത ചതിയുടെ ആഴം എത്ര വലുതാണെന്ന് നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ മാത്രമേ നിനക്കത് മനസ്സിലാവൂ. അച്ഛാ, വേണ്ട. നീ എന്നെ അങ്ങനെ വിളിച്ചപ്പോഴൊക്കെ ഹൃദയം തുറന്ന വിളി കേട്ടതായി അച്ഛൻ. ആ എന്നോട് പോലും നീ എല്ലാം മറച്ചു വെച്ചു. നീലിന്റെ ജീവിതം ഇങ്ങനെ താറുമാറാവാൻ ആരാ ഉത്തരവാദി? ഇന്നവന് ബോധമില്ലാത്ത അവസ്ഥയിൽ നിനക്ക് പോയി കൂട്ടിക്കൊണ്ടിരേണ്ടി വന്നില്ലേ? ഈ നിലയ്ക്ക് അവൻ തകർന്നു പോയതിന് നിനക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്?
വല്യച്ഛൻ വിചാരിച്ചാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റൂ. ഈ വീട്ടില് വല്യച്ഛന് മാത്രമേ ഈ കാര്യം ഏട്ടനോട് സംസാരിക്കാൻ പറ്റൂ. വല്യച്ഛ, സ്വാതി ഏട്ടത്തെ ഇനിയും ശിക്ഷിക്കരുത്. ആത്മഹത്യയിലേക്ക് പാവത്തിനെ തള്ളി വിടരുത്. എനിക്കിനി ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീലിന്റെ മനസ്സ് മാറ്റാൻ എനിക്ക് കഴിയില്ല. അത് നീ തന്നെ മാറ്റിയെടുക്കണം. എനിക്കറിയാം, ഏട്ടൻ മാത്രമല്ല അച്ഛനും ഇനി എന്നെ വിശ്വസിക്കില്ല. പക്ഷെ എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. എന്നെങ്കിലും എന്റെ ഏട്ടൻ എന്നെ മനസ്സിലാക്കും. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. നന്ദിനി പറഞ്ഞതുപോലെ ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. ആർക്കും എന്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കാനും പോകുന്നില്ല. എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ എന്തും സഹിക്കും. അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ, പക്ഷെ വെറുക്കരുത്. ഈ വീടിനെയും ഇവിടെ ഉള്ളവരെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. കണ്ടില്ല വിളിച്ച, ആർക്കു മുന്നിലും കരയാത്ത ധൈര്യശാലി നെഞ്ചു പൊട്ടി കരഞ്ഞത് കണ്ടില്ലേ? അത് കണ്ണീരല്ല, രക്തം തന്നെയാ. നെഞ്ചു പൊട്ടിയ രക്തം. പക്ഷെ വെല്ലിച്ച, ഞങ്ങൾ തോറ്റു കൊടുക്കാൻ പോകുന്നില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? എത്ര ആട്ടി പായിച്ചാലും ഞാൻ എന്റെ ഗിരിയേട്ടന്റെ മുറിയിൽ നിന്ന് ഉറങ്ങും. എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. സ്വയം കൃതാനർത്ഥം. അല്ലാതെന്താ? അനുഭവിക്കട്ടെ, അനുഭവിച്ചതിനെ തീരട്ടെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു കള്ളം എനിക്ക് പറയേണ്ടി വന്നു. ഞാൻ ഗർഭിണിയല്ല. ഇപ്പോഴത്തെ ദേഷ്യം സാവധാനം മാറും. ഏട്ടൻ എന്നോട് ക്ഷമിക്കും. ഇല്ല, ഒരിക്കലുമില്ല. സ്വാതിയോട് ഈ ജന്മത്തിൽ ക്ഷമിക്കാനോ പഴയതുപോലെ ഒരുമിച്ച് ജീവിക്കാനോ എനിക്കിനി കഴിയില്ല. എന്തിനാ അവൾ എന്നോട് ഇങ്ങനെ ചെയ്തേ? സാധാരണ സ്ത്രീകളുടെ മനസ്സല്ല സ്വാതിക്കെന്ന് ഞാൻ വിചാരിച്ചു. ആ ധാരണ ആകെ തെറ്റിപ്പോയി. സ്വാതി ഇങ്ങനൊരു കള്ളം പറയുമെന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. വേദ പറഞ്ഞതുപോലെ ഇനി ഏട്ടൻ എന്നെ ഉപേക്ഷിക്കുവോ? ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തവര് പരസ്പരം പിരിയുന്നത് തന്നെയാണ് നല്ലത്. അത് തന്നെയാണ് നല്ലത്. ഇല്ല, ഒരിക്കലും ഏട്ടൻ എന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഹൃദയമില്ലാത്ത ആളൊന്നുമല്ല എന്റെ ഏട്ടൻ. കാരുണ്യവും സ്നേഹവും
ആവോളം ആ മനസ്സിലുണ്ട്. അതിന്റെ ഒരു കണികയെങ്കിലും എന്നോട് ഏട്ടൻ കാണിക്കാതിരിക്കില്ല. അതിനു വേണ്ടി എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. ഇല്ല, അങ്ങനെ എന്റെ ജീവിതം തകർത്തവൾക്ക് വേണ്ടി ഇനി ഞാൻ കാത്തിരിക്കില്ല. അവളിനി എന്റെ ജീവിതത്തിൽ വേണ്ട. അതാ എന്റെ തീരുമാനം. ഞാനത് ഉറപ്പിച്ചതാ. ഇനി കണ്ണു പറഞ്ഞേ. പാവം ഏട്ടൻ. എനിക്ക് എന്റെ ഏട്ടനോട് കളവ് പറയേണ്ടി വന്നല്ലോ ദൈവമേ. എന്നോട് ക്ഷമിക്കേട്ട. ഞാൻ ഇനി ഒരു കളവും ഏട്ടനോട് പറയില്ല. ഒരെണ്ണത്തിനും രാവിലെ എഴുന്നിട്ടൊരു ചായ പോലെ ഇടാൻ വയ്യ. അയ്യോ, ഇവളുമാരൊക്കെ വെടിവെച്ച് കൊല്ലണം. ചായ ആയോ അമ്മേ? ആ പിന്നെ ദാ ഞാൻ മോക്ക് ചായയും കൊണ്ട് വരാൻ തുടങ്ങുകയായിരുന്നു. അതെ, മഹേഷേട്ടന് ഞാനൊരു ചായ കൊടുത്തിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. ആണോ? ആ ഷോ, എങ്കിൽ ഞാൻ കുറച്ചു നേരം കൂടെ അവിടെ തന്നെ കിടന്നേനാ. അവിടെ കിടന്നേനെ. ഓലോലാതി, ഇത് നിന്റെ വീടായി പോയി. നീ എന്റെ വീട്ടിലോട്ട് വാടി, ഞാൻ കാണിച്ചു തരാം. അമ്മയും എന്ന് പറഞ്ഞ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. അമ്മ വല്ലതും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല. മോള് ചായ കുടിക്ക്. മോക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കുടിച്ചു നോക്ക്. മധുരമൊക്കെ ശരിക്കും ഉണ്ടല്ലോ അല്ലേ മോളെ? എന്റെ പാകത്തിന് ഈ മധുരം കറക്റ്റ്. ഇനി എന്നുവേ അമ്മ എനിക്ക് ചായ ഇട്ട് തന്നാ മതി. നല്ല ഉഗ്രം ചായ. ഉണ്ടാക്കി തരാടി. നീ അങ്ങ് വാടി, നിന്നെ ഞാൻ പണി ഒടിപ്പിച്ചൊടിപ്പിച്ച് ഞാൻ ഇല്ലാതാക്കും. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്റെ മോൾ എത്ര സുന്ദരിയാണെന്ന് ഞാൻ നോക്കുമായിരുന്നു. അമ്മയുടെ ഒരു കാര്യം, ഇങ്ങനെ മരുമോളെ സ്നേഹിക്കുന്ന ഒരു അമ്മായിയമ്മ ലോകത്ത് വേറെ എങ്ങും കാണില്ല. കാണില്ല, ഒന്നേ ഉണ്ടാവുള്ളൂ. രാവിലെ രണ്ടുപേരും കൂടി പരസ്പരം തള്ളി തള്ളി മറച്ചിടുവാണല്ലോ. കഷ്ടം. എടി പെണ്ണേ, ദേ ഇന്നലത്തോടെ നിന്റെ സ്വാതിയുടെ ഇവിടുത്തെ എല്ലാ അധികാരങ്ങളും അങ്ങ് അവസാനിച്ച്. ഇനിയേ ഞങ്ങള് പറയുന്നതനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾ അങ്ങ് ജീവിച്ചോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ മോളെ. ആ അതെ, ഇനി ഇവിടെ നിന്റെ സ്വാതിയടത്തിയല്ല, എന്റെ ഗൗരിമോള എല്ലാ കാര്യം തീരുമാനിക്കുന്നത്. ആണോ? ആ എന്നിട്ട് ഇവിടെ ഇതിന്റെ പ്രഖ്യാപനം ഒന്നും കേട്ടില്ലല്ലോ. ഇപ്പൊ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അത് തന്നെ ധാരാളം. ഇനി ഞാൻ തന്നെയാ ഈ വീട്ടിലെ അധികാരി. കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും. തീരുമാനിച്ചു? ആര് പറഞ്ഞു വേണ്ടെന്ന്? അഹങ്കാരിയ കുടിക്കട്ടെ. റെഡി? ആർക്കടി രണ്ടാമത്തെ ചായ? എനിക്ക് സ്വാതി എടുത്തിക്കും, അല്ലാതെ വേറെ ആർക്കാ? അയ്യേടാ, അവിടെ ഒരു സ്വാതി എടുത്തി. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. അവക്ക് വേണമെങ്കിലേ അവൾ ഇവിടെ വന്ന് എടുത്തു കുടിക്കട്ടെ. അവൾ ഇങ്ങോട്ട് തരട്ടെ, ഞാൻ കൊടുത്തോളാം അവക്ക് ചായ. അല്ല, ഇന്നലെ രാത്രി അവള് നീലും 2 മുറികളിലാണ് ഉറങ്ങിയത് അല്ലേ നന്ദിനി? ആണോടി? അതെ. അതിനിപ്പോ എന്താ കുഴപ്പം? ഭർത്താവും ഭാര്യയാകുമ്പോ ഇണക്കവും പിണക്കമൊക്കെ പതിവാ. അതവർക്ക് പരസ്പരം അത്രക്ക് ഇഷ്ടമായതുകൊണ്ടാ. അയ്യോ, ഭയങ്കര ഇഷ്ടമല്ലേ? അത് പറഞ്ഞ അമ്മായിക്ക് മനസ്സിലായെന്ന് വരില്ല. കല്യാണം കഴിച്ചയച്ചിട്ടും ഇങ്ങനെ ഭർത്താവിനെയും അമ്മായിയമ്മയും കൂട്ടി സ്വന്തം വീട്ടിൽ അട്ടിപ്പേറി കിടക്കുന്നവർക്ക് ഒട്ടും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. മതിയടി നിന്റെ പ്രസംഗം. ഇനി ഒരു അക്ഷരം മിണ്ടിയാലേ അടിച്ചു നിന്നെ ശരിയാക്കും ഞാൻ. എന്തടി നോക്കുന്നേ? കാണണോ നിനക്ക്? എടി മോളെ, ഇനി നിന്റെ സ്വാതിയടത്തിയുടെ ഒരു ഭരണം ഈ വീട്ടിൽ നടക്കത്തില്ല. ചെന്ന് പറഞ്ഞേര് നിന്റെ സ്വാതിയടത്തിയോട്. ഓ അത് ശരി.
ഈ അധികാര കൈമാറ്റം നടന്നത് വല്യച്ഛൻ അറിഞ്ഞിട്ടുണ്ടോന്ന് ഞാനും ചോദിക്കാം. വല്യച്ഛ, വല്യച്ഛ, എന്തുണ്ടെങ്കിലും വലിച്ചെന്ന് പറഞ്ഞു പൊക്കോളൂ. എടിമോളെ, ഇനി എന്തെങ്കിലും കുഴപ്പമാവോ? അവള് ചെന്ന് ഈ കാര്യം മഹേശ്വരോട് പറഞ്ഞു കൊടുക്കൂ. പറഞ്ഞു കൊടുക്കട്ടമ്മേ. എന്നിട്ട് വല്യച്ഛനെ കൂട്ടി ചോദിക്കാൻ അവളിങ്ങി വരട്ടെ. മറുപടി ഞാൻ പറഞ്ഞോളാം. നീ തന്നെ പറഞ്ഞോണേ.